തിരുവനന്തപുരം കണിയാപുരത്ത് യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ്. കഴുത്തിൽ കയർ മുറുക്കിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. അയക്കെട്ടിയിരുന്ന കയർ പൊട്ടിച്ചെടുത്താണ് കൃത്യം നടത്തിയത്. തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുകയാണ്. അഞ്ജു, എന്താണ് സംഭവം? ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഇത്തരത്തിലൊരു മരണ വാർത്ത എത്തുന്നത്. ഈ യുവതിയെ കണിയാപുരം കരിയച്ചാൽ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു ഈ ഷാനു എന്ന് പറഞ്ഞ യുവതി. അപ്പോൾ ഇന്നലെ വീട്ടിനുള്ളിലെ ഈ ഹാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വൈകിട്ടോടുകൂടി ഈ കുഞ്ഞുങ്ങൾ തിരിച്ച്, അതായത് ഷാനുവിന്റെ മക്കൾ തിരിച്ച് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങി എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ ഷാനുവിനെ കണ്ടെത്തുന്നത്. തുടർന്ന് കുഞ്ഞുങ്ങൾ ബഹളം വെക്കുകയും തൊട്ടടുത്തുള്ള അയൽപ്പക്കമുള്ള ആളുകൾ ഉൾപ്പെടെ ഓടിക്കൂടി. അങ്ങനെയാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. ഈ ഷാനുവിനൊപ്പം തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള രംഗൻ കുറച്ചു നാളുകളായി ഒപ്പം താമസിക്കുകയായിരുന്നു സുഹൃത്ത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ സംഭവത്തിന് പിന്നാലെ കാണാതായിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ഹോട്ടൽ ജീവനക്കാരനാണ്. ഈ കണിയാപുരത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ സംഭവശേഷം ഇത് ഷാനുവിന്റെ കഴുത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ട് ഉണ്ട് എന്നും പോലീസ് പറയുന്നു. മൊബൈൽ ഫോൺ ഉൾപ്പെടെ കാണാനില്ല. അപ്പോൾ നിലവിൽ ഇത് കൊലപാതകമാണെന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. കാരണം വീട്ടിനുള്ളിലെ അയ കെട്ടിയിരുന്ന കയർ ഉപയോഗിച്ച് അത് പൊട്ടിച്ചെടുത്താണ് ഈ കൃത്യം, അതായത് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് പോലീസ് പറയുന്നത്. ഒപ്പം ഇത്തരത്തിൽ ആഭരണങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ട സാഹചര്യവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് തന്നെ ഈ രംഗൻ മടങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ രംഗൻ ഒറ്റയ്ക്കാണോ ഇത്തരത്തിലൊരു കൃത്യം നിർവഹിച്ചത്, ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അന്വേഷണത്തിലാണ് നിലവിൽ ഇപ്പോൾ പോലീസ് ഉള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ ഫോറൻസിക് വിദഗ്ധരും ഒപ്പം തന്നെ വിരലടയാള വിദഗ്ധർ, പോലീസ് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി മടങ്ങിയിട്ടുണ്ടായിരുന്നു. രുചീഷ്, കുറിച്ചുള്ള അന്വേഷണം പോലീസ് തുടങ്ങിയോ? എങ്ങനെയാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? രുചിഷ്, അതായത് നിലവിലിപ്പോൾ ഈ രംഗിനു വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ തൊട്ടടുത്തുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൃത്യനിർവഹണത്തിന് ശേഷം രംഗൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതുമായി, അതായത് ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയം വരെ ഈ രംഗനും ഒപ്പം തന്നെ ഈ ഷാനുവും വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എപ്പോഴാണ് ഈ കൃത്യം നടന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ രംഗന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ചതായി മംഗലാപുരം പോലീസ് പറയുന്നുണ്ട്. കുട്ടികൾ സ്കൂൾ വിട്ട് മടങ്ങി എത്തിയ ശേഷമാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ കൃത്യം എപ്പോഴാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. എന്താണ് കവർച്ച മാത്രമാണോ ഇത്തരത്തിലൊരു കൊലപാതകത്തിന് പിന്നിൽ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിലവിൽ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി അഞ്ജു.